സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. പതിവ് പോലെ പാട്ടുവിശേഷത്തിൻ്റെ മ്യൂസിക് തെറാപ്പിയുടെ ഒരു ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ ഓർക്കുന്നത് നൗഷാദ് അലി എന്ന വിഖ്യാതനായ ഒരു സംഗീത സംവിധായകനെയാണ്. ഒരു ഇന്ത്യൻ സംഗീത സംവിധായകനാണ് അദ്ദേഹം. പക്ഷെ മലയാളവുമായി ബന്ധപ്പെട്ട് ഒരു ആ, സിനിമയിൽ അദ്ദേഹം 6ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ട്, സംഗീതം നിർവഹിച്ചിട്ടുണ്ട്. ധ്വനി എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിൽ 6ഓളം പാട്ടുകൾ ആ, നമ്മൾ കേട്ട് നല്ല മനോഹരമായ പാട്ടുകളാണ്. ആ പാട്ടുകളിലൂടെ ഇന്ന് ആ, ഈ വ്യക്തിത്വത്തെ നമുക്ക് മനസ്സിലോർക്കാം, അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാം. ഇന്ന് മെയ് 5 അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം. ഇന്ത്യൻ സംഗീതത്തിലെ ഏറ്റവും ആ, പ്രത്യേകതയുള്ള ഒരു വ്യക്തി ആയിട്ട് തന്നെയാണ് അദ്ദേഹത്തെ കാണുന്നത്. ഇന്ത്യൻ സംഗീതജ്ഞനായിരുന്നു നൗഷാദ് അലി. ഡിസംബർ മാസം 25 1919 അദ്ദേഹം ജനിച്ചത്. മെയ് മാസം 5 2006 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. ബോളിവുഡ് ചലച്ചിത്ര സംഗീതത്തെ സംഗീത സംവിധായകന്റെ ആ പദവിയിൽ ഇരുന്ന് സമഗ്രമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. 1981 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കുകയുണ്ടായി. കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം, പത്മഭൂഷൺ എന്നിവയും അദ്ദേഹം നേടിയിട്ടുണ്ട്. 1919 ലക്നൌവിലാണ് അദ്ദേഹം ജനിച്ചത്. ഉസ്താദ് ഗുർബത്ത് അലി, ഉസ്താദ് യൂസഫ് അലി, ഉസ്താദ് ബാബർ സാഹിബ് എന്നിവരുടെ കീഴിൽ സംഗീതാഭ്യാസം നടത്തി. 1937 മുംബൈക്ക് പോകുന്നതിനിടയിൽ അമേച്വർ നാടകവേദിക്ക് വേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ചു. മുംബൈയിൽ മുഷ്താഖ് ഹുസൈൻ്റെ ഓർക്കസ്ട്രയിൽ പിയാനോ വായനക്കാരനായി ചേർന്നു. പിന്നീട് ഖേംചന്ദ് പ്രകാശിന്റെ അസിസ്റ്റന്റായി രഞ്ജിത്ത് സ്റ്റുഡിയോയിൽ ജോലി ചെയ്തു. 40കളിലെ ഹിന്ദി സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായ റെക്കോർഡിംഗ് സംവിധായകൻ, സൗണ്ട് മിക്സിംഗും പിന്നണി ഗാനത്തിലെ ശബ്ദത്തിലും മ്യൂസിക് ട്രാക്കിലും ഒക്കെ റെക്കോർഡ് ഏർപ്പെടുത്തിയവരിൽ ഒരാളായിരുന്നു. 100 സംഗീതജ്ഞന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു ഓർക്കസ്ട്ര ആൻ എന്ന ചിത്രത്തിന് വേണ്ടി അവതരിപ്പിച്ചതും അദ്ദേഹത്തെ സംബന്ധിച്ചോളം പുതുമയുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു. നൗഷാദ് ക സംഗീത് എന്ന പേരിൽ ഒരു ഹിസ്സയുദ്ധവും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. 6 പതിറ്റാണ്ടുകൾ നീണ്ട ചലച്ചിത്ര ജീവിതത്തിൽ അദ്ദേഹം 60ലേറെ ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ഇവയിൽ അധികവും ഹിന്ദി ചിത്രങ്ങളായിരുന്നു. 1988 പുറത്തിറങ്ങിയ ധ്വനി എന്ന മലയാളം ചിത്രത്തിലെ ഗാനങ്ങൾക്കും അദ്ദേഹം സംഗീതം നൽകി. അങ്ങനെ മലയാളവുമായി അദ്ദേഹത്തിനൊരു ഗാഥബന്ധവും ഉണ്ടായി. 2006 മെയ്യിൽ 86ാമത്തെ വയസ്സിലാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. ഹിന്ദി ചലച്ചിത്ര രംഗത്തെ എക്കാലത്തെയും മികച്ച സംഗീത സംവിധായകരിൽ ഒരാളായിരുന്നു നൗഷാദ് അലി. അദ്ദേഹത്തിന് ഒരു അപരനാമമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സംഗീത സംഭാവനകളെ മാനിച്ച് മൗസിക്കർ ഇ ആസാം, മഹാനായ സംഗീതജ്ഞൻ എന്നാണ് ബോളിവുഡ് സിനിമാ ലോകം അദ്ദേഹത്തെ ആദരവോടെ വിളിച്ചിരുന്നത്. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിലെ ഹിന്ദി സിനിമകളിൽ ജനപ്രിയമാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ സംഗീത ശൈലി വളരെ പ്രാധാന്യം വഹിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചിത്രങ്ങൾ രത്തൻ 1944, അതുപോലെ 1952 ബൈജു ബാവര, 1957 മദർ ഇന്ത്യ, 1960 മുഗൾ ഇ അസം, ഗംഗ യമുന, 1961 ഇങ്ങനെ വിഖ്യാതമായ ചിത്രങ്ങളാണ് അദ്ദേഹത്തിന്. 1989 ദാദാ ഫാൽക്കെ അവാർഡും 1992 പത്മഭൂഷണം നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചു. അത്ര വൈശിഷ്ട്യങ്ങളുള്ള പ്രത്യേകതയുള്ള ഒരു സംഗീത സംവിധായകനാണ് നൗഷാദ് അലി. അദ്ദേഹത്തെ നമുക്ക് ഓർക്കാം. അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ച ധ്വനിയിലെ പാട്ടുകളിലൂടെ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് ഓർക്കാം. ഈ സംഗീത സംവിധായകനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്നും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇതെല്ലാമാണ്. ആദ്യത്തെ
എല്ലാം ധ്വനിയിലെ പാട്ടുകളാണ്. മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ചീര ധ്വനിയുങ്ങൾ. ഇത് വളരെ മനോഹരമായ ഒരു പാട്ടാണ്, വളരെ സ്ലോ ആയിട്ടുള്ളൊരു പാട്ടാണ്. അതുപോലെ തന്നെ ഒരു രാഗകം ഒരു രാഗമാല കോർത്ത് സഖി ബാഷ്പധാരയായി. മറ്റൊരു പാട്ട് ആൺകുയിലെ തേൻകുയിലെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. പിന്നെ അനുരാഗലോല ഗാത്രി വരവായി നീലരാത്രി നിലവിൻ മരന്ത ചഷകം, ആ പാട്ട്. പിന്നെ അതുപോലെ തന്നെ ജാനകി ജാനേ രാമ എന്ന് പറയുന്ന പാട്ട്. രതിസുഖസാരമായി ദേവി നിന്മയായി വാർത്താര ദൈവം കലാകാരം. അപ്പൊ ഇങ്ങനെ ഇതിലെ പാട്ടിൻ്റെയൊക്കെ പ്രത്യേകതകൾ നോക്കി അറിയാം. ഓരോ രാഗത്തിലാണ് ഓരോ പാട്ടുകളും. ഇപ്പൊ ഈ രതിസുഖസാരമായി എന്നുള്ളത് സിന്ധു ഭൈരവിയുടെ ആ, രാഗത്തിലാണത്. അതുപോലെ തന്നെ ജാനകി ജാനെ എന്നുള്ളത് കല്യാണി എന്ന് പറയുന്ന രാഗത്തിലാണ്. ആ, അനുരാഗലോല ഗാത്രി എന്നുള്ളത് ഗൗരി മനോഹരി രാഗത്തിലാണ്. അങ്ങനെ ഓരോ പാട്ടുകളും ഏകദേശം 6 പാട്ടുകളാണ്. ഈ 6 പാട്ടുകൾ 6 രാഗത്തിലാണ്. അതിൽ മാനസനിളയിൽ ആഭേരി രാഗത്തിലാണ്. ആം, അങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഗീതത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഈ പാട്ടുകളിലൂടെ അദ്ദേഹം നമുക്ക് നൽകിയ ഈ പാട്ടുകൾ ആണെങ്കിൽ അദ്ദേഹത്തിന് ആ സംഗീത സംഗീത സംവിധാനത്തിനാണ് പ്രാധാന്യം, വരികൾക്കല്ല. ഈ പാട്ടുകൾ ഒന്ന് കേട്ടു നോക്കിയാൽ അറിയാം അത്ര രസകരമാണ് ആ പാട്ടുകൾ. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാം. നിങ്ങളുടെ ഓർമ്മയിൽ ഈ പാട്ടുകളെ കുറിച്ചോ ഇതിനെക്കുറിച്ചോ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറയാം. ഇതിലേക്ക് നമുക്ക് പാട്ടുകളിലേക്ക് പോകാം. വേണുഗോപാൽ സാർ. ആ, അയാളൊരു ഹിന്ദിക്കാരനല്ലേ? ഹിന്ദി, യെസ്. ശരി. പക്ഷെ എങ്കിലും ഈ പാടിയ പാട്ടുകളിലൊന്നും ഹിന്ദി സ്വാധീനം പ്യൂർ മലയാളം തന്നെയായിട്ട് തോന്നുന്നത്. സലീം ചൗധരി പാടിയ പാട്ട് നെല്ലിലെ പാട്ടില് അല്പം ഇതിന്റെ ഇതുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. അത് പ്യൂർ മലയാളം അല്ല അത് ശരിക്കും. അതെ, ഇത് സംഗീത അത് സംവിധാനമാണ് സാർ, പാടിയതല്ല, പാട്ടുകാരനല്ല, സംഗീത സംവിധാനം. സോറി. സംഗീത സംവിധാനമാണ് അദ്ദേഹത്തിന് മ്യൂസിക് പാട്ട്. ഡയറക്ടറാണ്. ഓക്കെ, അപ്പം നമുക്ക് തീർച്ചയായിട്ടും അത് പാട്ട് കേൾക്കുമ്പോൾ നമ്മളിപ്പം പാടുമ്പം ലിറിക്സും ഒക്കെയാണ് വരുന്നത്. പക്ഷേ ആ പാട്ട് യഥാർത്ഥത്തിൽ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത്ര മനോഹരമായി തന്നെയാണ് അതിൻ്റെ സംഗീത സംവിധാനം. ആ സിനിമയും വളരെ സൂപ്പർ ഹിറ്റായ ഒരു സിനിമ കൂടിയാണ്. നോക്കുന്നുണ്ടാവും ധ്വനി എന്ന് പറയുന്ന സിനിമ. കണ്ടോ. സ്വല്പം സങ്കടമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സിനിമയാണത്. ഓക്കെ, നമുക്കിപ്പം ആ പാട്ടിലേക്ക് പോകാം. ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് പ്രേം നസീറിന്റെ ലാസ്റ്റ് സിനിമയല്ലേ അത്? പ്രേം നസീർ നസീർ, അഭിനയിച്ച. ജയറാം, ആ, ശോഭന. അതെ, ലാസ്റ്റ് പ്രേം നസീർ അഭിനയിച്ച ലാസ്റ്റ് സിനിമയാന്ന് പറഞ്ഞത്. യെസ്, അതൊരു ദുഃഖകരമായ അവസാനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഈ പാട്ടാണ് ആദ്യത്തെ പാട്ട്. ഇത് നൗഷാദ് സംഗീതം നൽകി, യൂസഫ് അലി കച്ചേരിയുടെ ലിറിക്സും കെ ജെ യേശുദാസ് പാടി ആഭേരി രാഗത്തിൽ ധ്വനി എന്ന സിനിമയ്ക്ക് വേണ്ടി. മാനസനിളയിൽ പൊന്നോളങ്ങൾ. ആരാണത് പാടുന്നത്? ബീനാമാം റെഡിയാണോ? പാടി വെക്കാം. ഓക്കെ. മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ചീരധ്വനി ഉയർത്തി. മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ചീരധ്വനി ഉയർത്തി. ഭാവനയാകും പൂവനി നിനക്കായി വേദിക പണിതുയർത്തി. ഭാവനയാകും പൂവനി നിനക്കായി വേദിക പണിതുയർത്തി. വേദിക പണിതുയർത്തി. മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ചീരധ്വനി ഉയർത്തി. താങ്ക് യു സർ. പഠിക്കും. മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ചീരധ്വനി ഉണർത്തി. മാനസനിളയിൽ പൊന്നോളങ്ങൾ
മഞ്ചീരത്തുണിയുയർത്തി ഭാവനയാകും പൂവനി നിനക്കായി വേദിക പണിതുയർത്തി വേദിക പണിതുയർത്തി മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ചീരത്തുണി ഉയർത്തി രാഘവതീ നിൻ രമ്യ ശരീരം രാജിതഹാരം മനസസാരം വാർക്കനുക്കിൽ പിന്മലർവല്ലി ദേവതുസാരം കിട്ടുന്നില്ല, സോറി. സാറേ ഒന്ന് ശ്രമിച്ചു നോക്കാം. പാടുപാടും. ഓക്കെ. മാനസനിലയിൽ പൊന്നോളങ്ങൾ മഞ്ചീരധ്വനിയുണർത്തി മാനസനിലയിൽ പൊന്നോളങ്ങൾ മഞ്ചീരധ്വനിയുണർത്തി ഭാവനയാകും പൂവനി നിനക്കായി വേദിക പണിതുയർത്തി വേദിക പണിതുയർത്തി മാനസനിലയിൽ പൊന്നോളങ്ങൾ മഞ്ചീരധ്വനിയുണർത്തി രാഘവതീനൻ രമ്യ ശരീരം രാജിതഹാരം മന്മദസാരം വാർക്കുനു ചില്ലിൽ വെൺമഴവല്ലി ദേവദുകുലം മഞ്ജുകപോലം പാലും തേനും എന്തിനു വേറെ ദേവി നീ മൊഴിഞ്ഞ ദേവി നീ മൊഴിഞ്ഞ മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ചീരധ്വനിയുണർത്തി രൂപവതീനിൻ മഞ്ജുളഹാസം വാരൊളി വീശും മാധവമാസം നീർമിഴി നീട്ടും തുലികയാൽ നീ പ്രാണനിലെഴുതി വാസുരകാവ്യം നീയൻ ചാരേ വന്നണയുമ്പോൾ ഏതോ നിർവൃതി ഞാൻ ഏതോ നിർവൃതി ഞാൻ മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ചീരധ്വനിയുണർത്തി. താങ്ക് യു സർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും ട്രൈ ചെയ്യാം? രണ്ടുപേരി. മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ചീരധ്വനിയുണർത്തി പാവനയാകും പൂവനി നിനക്കായി വേദിക പണിതുയർത്തി മാനസനിലയിൽ പൊന്നോളങ്ങൾ രാഘവതീ നിൻ രമ്യ ശരീരം രാജിതഹാരം മന്മദസാരം വാർക്കുനു ചില്ലി വിൺമലർവല്ലി ദേവദുകൂലം മഞ്ജുകപോലം പാലും തേനും എന്തിനു വേറെ ദേവി നീ ഒഴിഞ്ഞാൽ
മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയോണം. ഓക്കെ, വേറെ ആർക്കെങ്കിലും രണ്ടുപേരി പാട്ടെ സാറേ. ആ പാടി പാട്. ബിന്ദുമാൻ പാടിക്കോളൂ, എന്നിട്ട് പറയാം. മാനസനിളയിൽ പൊന്നോള മഞ്ചേരധ്വനിയുണർത്തി. മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ചേരധ്വനിയുണർത്തി. പവനയാകും പൂവന്റെ നിനക്കായി വേദിക പണിതുയർത്തി. വേദിക പണിതുയർത്തി. മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ചേരധ്വനിയുണർത്തി. മഞ്ചേരധ്വനി ഉണർത്തി. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. ഞാൻ പാടാം സാറേ. ആ പഠിക്കും രമാദേവി മാം. ആ പഠിക്കും ഇനി പഠിക്കും. മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി. മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി. ഭാവനയാകും പൂവനി നിനക്കായി വേദിക പണിതുയർത്തി. ഭാവനയാകും പൂവനി നിനക്കായി വേദിക പണിതുയർത്തി. വേദിക പണിതുയർത്തി. മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി. രാഘവദീനിൻ രമ്യശരീരം രാജിതഹാരം മന്മദസാരം വാർവനു ചില്ലി വിൺമലർവല്ലി ദേവദുകൂലം മഞ്ജുകപോലം. പാലും തേനും എന്തിനു വേറെ ദേവി നീ മൊഴിഞ്ഞാൽ. ദേവി നീ മൊഴിഞ്ഞാൽ. മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി. മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി. താങ്ക് യു സർ. ഓക്കെ, ജോസഫ് സാറ് പാടുന്നോ? ആ നോക്കാം സാർ. രൂപവതീനിൻ മഞ്ജുളഹാസം വാരുളി വീശും മാധവമാസം. നീർമിഴി നീട്ടും തൂലികയാൽ നീ പ്രാണനിലെഴുതി ആസുരകാവ്യം. നീയൻ ചാരേ വന്നണയുമ്പോൾ ഏതോ നിർവൃതി ഞാൻ. ഏതോ നിർവൃതി ഞാൻ. മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി. മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി. ഭാവനയാകും പൂവനി നിനക്കായി
വേദിക പണിതുയർത്തി, വേദിക പണിതുയർത്തി, മാനസനിലയിൽ പൊന്നോളൻ മഞ്ജീരധ്വനി ഉണർത്തി. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ആദ്യം ശ്രവിക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം തോന്നുന്ന പാട്ടുകളാണ്. അത് എത്ര കാലം കഴിഞ്ഞാലും ആ ഇഷ്ടം അതേപടി നിലനിൽക്കുകയും ചെയ്യും. ഈ ധ്വനിയിലെ പാട്ടുകൾ തന്നെ ഒന്ന് ഓർത്താൽ മതി. അദ്ദേഹം മറ്റു ഭാഷകളിലൊന്നും സംഗീത സംവിധാനം അധികം ചെയ്തിട്ടില്ല. ഹിന്ദിയാണ് മെയിൻ. കൂടുതൽ കൂടാതെ ചെയ്തിട്ടുള്ളത് മലയാളത്തിലാണ്. അത് അദ്ദേഹത്തിന് മറ്റു ഭാഷകളിലേക്ക് അധികം പോകാൻ താല്പര്യമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. ഓക്കെ. പത്മമാം കൂടെ ഞാൻ പാടും. ട്രൈ ചെയ്യാം. രാഘവദീനിൻ രമ്യശരീരം രാജിതഹാരം മന്മഥസാരം വാർക്കൊരു ചില്ലി പെൺമലർവല്ലി ദേവതുകൂലം മഞ്ജുകപോലം പാലും തേനും എന്തിനു വേറെ ദേവി നീ മൊഴിഞ്ഞാൽ ദേവി നീ മൊഴിഞ്ഞാൽ മാനസനിലയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി മാനസനിലയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി ഭാവനയാകും പൂവനി നിനക്കായി വേദിക പണിതുയർത്തി വേദിക പണിതുയർത്തി. ഈ പാട്ടിന്റെ ഓരോർമ്മ പറയട്ടെ സർ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ കല്യാണ കേസറ്റുള്ള ഒരു പാട്ടായിരുന്നു ഇത്. കേട്ടപ്പോ ഓർമ്മിച്ചതാണ്. അടുത്ത പക്ഷേ കാലത്തൊന്നും ഓർമ്മ സിനിമ ഭയങ്കര ഒരു സാഡ് സിനിമ അല്ലേ? അല്ല, ലാസ്റ്റ് നല്ലതാ. ലാസ്റ്റ് അവസാനം ക്ലൈമാക്സ് അവസാനം നല്ലതാ. ഓക്കെ. വേറെ ആർക്കെങ്കിലും കൂടെ രണ്ടുപേരി ഞാൻ രണ്ടുപേരി പാടാം. രാഘവദീനിൻ രമ്യശരീരം രാജിതഹാരം മാമനസാരം വാർഗുനു ചില്ലി വെൺമലർവല്ലി ദേവദൂലം മഞ്ജുകപോലം പാലും തേനും എന്തിനു വേറെ ദേവി നീ മൊഴിഞ്ഞാൽ ദേവി നീ മൊഴിഞ്ഞാൽ മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനി ഉണർത്തി മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനി ഉണർത്തി പാവനയാകും പൂവനി നിനക്കാ വേദിക പണിതുയർത്തി വേദിക പണിതുയർത്തി മാനസനിലയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനി ഉണർത്തി മഞ്ജീരധ്വനി ഉണർത്തി. ഓക്കെ. ആർക്കെങ്കിലും കൂടെ വിങ്സ് പാടുകയുള്ളൂ. ലൈൻ കാണുന്നില്ല. കാണുന്നില്ലേ? ഉണ്ട്, വലുതാക്കി എടുക്കാം. പാടി. മാനസനിലയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനി ഉണർത്തി മാനസനിലയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനി ഉണർത്തി ഭാവനയാകും പൂവനി നിനക്കായി വേദിക പണിതുയർത്തി ഭാവനയാകും
പൂവനി നിനക്കായി വേദിക പണിതുയർത്തി മാനസ നിലയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനി ഉണർത്തി ഭാവനയാകും പൂവനി നിനക്കായി വേദിക പണിതുയർത്തി. താങ്ക് യു സർ. ഇനി ആരെങ്കിലും പാടുന്നുണ്ടോ? രണ്ടുപേരി ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ അടുത്ത പാട്ടിൽ പോവാം. യൂസഫ് കലിച്ചേരിയുടെ തന്നെ കെ ജി ദാസ് പാടിയ മറ്റൊരു പാട്ടാണ് ഒരു ഗാനമാല കോർത്ത് സഖി ബാഷ്പധാരയായി. ആരാ ഒന്ന് തുടങ്ങുന്നേ? ബിനാമാം ജോസഫ് സാർ ആർക്കെങ്കിലും? ഒരു ഗാനമാല കോർത്തു സഖി ബാഷ്പധാരയായി. ആർക്കെങ്കിലും പാടാമോ? രമാവതി സാറേ മാമൂന്ന് ഒന്ന് 4 വരി ട്രൈ ചെയ്യാം സാറേ. ട്രൈ ചെയ്യൂ, നോക്കൂ. വരികളുണ്ടോ? വരികൾ ഇതിവിടെ ഉണ്ടല്ലോ. ഒരു മിനിറ്റ് സാറേ, അത് വരികളിൽ ഓടിപ്പോന്നുണ്ടല്ലോ. ഒരു രാഗമാല കോർത്തു സഖി ബാഷ്പധാരയായി മനസ്സിൽ അതല്ല ആണ്. ഒരു രാഗമാല കോർത്തു സഖി ബാഷ്പധാരയായി മനസ്സിൽ സാക്ഷിയ. കിട്ടുന്നില്ല സാറേ, അതെന്തോ അവിടെ ചെറിയ പ്രശ്നം, സോറി. ഇച്ചിരി പാട്ടാ, വളരെ സ്ലോ ആയിട്ടുള്ളൊരു പാട്ടാ. ഓക്കെ, നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോവാം. നോക്കാം. സാർ പാടി. ഒരു രാഗമാല കോർത്തു സഖി ബാഷ്പധാരയായി മനസ്സിൻ ശുഭാഗ്നി സാക്ഷിയ നിന്മാറിൽ ചാർത്തുവാൻ ഒരു രാഗമാല കോർത്തു സഖി ബാഷ്പധാരയായി തവഹാസം. വേണ്ട സാറേ, നോക്കാതെ പറ്റും. അത് കുഴപ്പമില്ല, നമുക്ക് ആകാവുന്ന പോലെ. കാരണം അതെ. വളരെ സ്ലോ ആയിട്ടുള്ളൊരു പാട്ടാണ്, അക്ഷരങ്ങൾ പറക്കി എടുക്കുക. ഓക്കെ, അടുത്ത് ഇച്ചിരി വേറൊരു പാട്ടിലേക്ക് പോവാം നമുക്ക്. അനുരാഗലോല, അല്ലെങ്കിൽ നമുക്ക് ജാനകി ജാനെ. ഇത് പാടാവോ ആർക്കെങ്കിലും? ജാനകി ജാനേ രാമ കദന നിഹാൻ രാഗം ജാനേ മോക്ഷകവാടം നാഹം ജാനേ ജാനക. വിരമ പാടിക്കോളൂ. ജാനകി ജാനേ രാമ ജാനകി ജാനേ കദനദിഹാനം നാഹം ജാനേ മോക്ഷകവാടം നാഹം ജാനേ ജാനകി ജാനേ രാമ ജാനകി ജാനേ വിഷാദകാലേ സഖാ ത്വമേവ ഭയാന്ധകാരേ തപ്രഭാ ത്വമേവ വിഷാദകാലേ സഖാ ത്വമേവ ഭയാന്ധകാരേ പ്രഭാ ത്വമേവ ഭവാബ്ദിനൗക ത്വമേവ ദേവാ ഭവാബ്ദിനൗക
त्वमेव देवा भजे भवन्दं रमाभिरामा भजे भवन्दं रमाभिरामा जानकी जाने रामा जानकी जाने. Thank you, sir. ഓക്കെ, വേറെ ആർക്കെങ്കിലും? രണ്ടുപേരും ശ്രമിക്കാം സാറേ, രണ്ടുപേരും ശ്രമിക്കാം. കേൾക്കാമോ സാറേ? സാറേ കേൾക്കാമോ? കേൾക്കാം. രാമ 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 जानकी जाने राम जानकी जाने कदन निदानं नाहं जाने मोक्ष कवाडं नाहं जाने जानकी जाने राम 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 जानकी जाने विषाद काले सखा त्वमेव भयान्धकारे प्रभा त्वमेव विषाद काले सखा त्वमेव भयान्धकारे प्रभा त्वमेव भवाद्दिनौघ त्वमेव देव भवाद्दिनौघ त्वमेव देव भजे भवन्दं रमाभिरामा जानकी जाने राम 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 जानकी जाने. താങ്ക് യു സർ. ഓക്കെ, ആർക്കെങ്കിലും രണ്ടുപേരി? ആണോ? Thank you. പത്മ പഠി. निषादकाले सखा त्वमेव भयान्तकारे प्रभा त्वमेव भवाब्धिनौका त्वमेव देवा भवाब्धिनौका त्वमेव देवा भजे भवन्तं रमाभिरामा भजे भवन्तं रमाभिरामा जानकी जाने रामा जानकी जाने सदननिधानं नाहं जाने मोक्षकवाडं नाहं जाने जानकी जाने रामा जानकी जाने. Thank you. ഓക്കെ, ജോസഫ് സർ. ദയാസമേത സുധാ നികേത ചിന്മകരന്ദ നദമുനി വന്ദ ദയാസമേത സുധാ നികേത ചിന്മകരന്ദ നദമുനി വന്ദ ആഗമസാര ജിത സംസാര ഭജേ ഭവന്തം മനോഭിരാമ ഭജേ ഭവന്തം
മനോഭിരാമ ജാനകി ജാനേ രാമ ജാനകി ജാനേ കദന നിദാനം നാഹം ജാനേ മോക്ഷകവാടം നാഹം ജാനേ ജാനകി ജാനേ രാമ ജാനകി ജാനേ. താങ്ക് യു. ഓക്കെ, ശ്രീകുമാരിമാം പഠിക്കും. രാമ 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 ജാനകി ജാനേ രാമ ജാനകി ജാനേ കദന നിദാനം നാഹം ജാനേ മോക്ഷകവാടം നാഹം ജാനേ ജാനകി ജാനേ രാമ 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 ജാനകി ജാനേ രാമ വിഷാദകാലേ സഹാത്വമേവ വയാന്ധകാരേ പ്രഭാത്വമേവ പ്രഭാത്വമേവ പവാപ്തിനൗക ത്വമേവ ദേവ പവാപ്തിനൗക ത്വമേവ ദേവ ഭജേ ഭവന്തം രമാഭിരാമ ഭവേ ഭവന്തം രമാഭിരാമ രാമ 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 ജാനകി ജാനകി. താങ്ക് യു. ഓക്കെ, വേറെ ആർക്കെങ്കിലും പാടാനുണ്ടോ? ഞാൻ നോക്ക് സാർ. എനിക്ക് Yes, പാടാം. ജാനകി ജാനേ രാമ ജാനകി ജാനേ കദന നിദാനം നാഹം ജാനേ മോക്ഷകവാടം നാഹം ജാനേ ജാനകി ജാനേ രാമ 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 ജാനകി ജാനേ രാമ വിഷാദകാലേ സഖാത്വമേവ ഭയാന്ധകാരേ പ്രഭാത്വമേവ വിഷാദകാലേ സഖാത്വമേവ ഭയാന്ധകാരേ പ്രഭാത്വമേവ ഭവാബ്ദിനൗക ത്വമേവ ദേവാ ഭവാബ്ദിനൗക ത്വമേവ ദേവ ഭജേ ഭവന്തം രമാഭിരാമ ഭജേ ഭവന്തം രമാഭിരാമ ജാനകി ജാനേ രാമ ജാനകി ജാനേ രാമ. താങ്ക് യു സാർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും? ജാനകി ജാനേ രാമ ജാനകി ജാനേ കദന നിദാനം നാഹം ജാനേ മോക്ഷകവാ നാഹം ജാനേ ജാനകി ജാനേ രാമ 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 ജാനകി ജാനേ വിഷാദകാലേ സഖാത്വമേവ ഭയാന്ധകാരേ പ്രഭാത്വമേവ വിഷാദകാലേ സഖാത്വമേവ
ഭയാന്ധകാരേ പ്രഭാതമേവ തവാതിരോഗ ത്വമേവ ദേവ തവാതിരോഗ ത്വമേവ ദേവ ഭജേ ഭവന്തം രമാഭിരാം ഭജേ ഭവന്തം രമാഭിരാമ ജാനകി ജാനേ രാമ ജാനകി ജാനേ. ബിന്ദു പാടും. രാമ 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 ജാനകി ജാനേ രാമ ജാനകി ജാനേ കഥന നിദാനം നാഹം ജാനേ മോക്ഷകവാടം നാഹം ജാനേ ജാനകി ജാനേ രാമ 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 ജാനകി ജാനേ രാമ വിഷാദകാലേ സഖാ ത്വമേവ ഭയാന്തകാലേ പ്രഭാ ത്വമേവ വിഷാദകാലേ സഖാ ത്വമേവ ഭയാന്തകാലേ പ്രഭാ ത്വമേവ ഭവാബ്ധിനൗകാ ത്വമേവ ദേവ ഭവാബ്ധിനൗകാ ത്വമേവ ദേവ ഭജേ ഭവന്തം രമാഭിരാമ ഭജേ ഭവന്തം രമാഭിരാമ ജാനകി ജാനേ രാമ ജാനകി ജാനേ. താങ്ക് യു സർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും പാടാണെങ്കിൽ പാടാം. ഒരു രണ്ടുപേരി. യെസ്, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് പാട്ടിലേക്ക് പോവാം. അത് സിന്ധു ഭൈരവിയിലുള്ള ഒരു പാട്ടാണ്. രതിസുഖസാരമായി ദേവി നിന്നെ മേഘാനം രതിസുഖസാരമായി ദേവി നമ്മെ വാർത്തൊര ദൈവം കലകാരൻ കലകാരൻ പ്രിയൻ പ്രേമമെന്നിൽ ചേർത്തൊര ദൈവം കലകാരൻ. ഓക്കെ, ആരാണ് പാടും? വിനമം പഠിക്കും. രതിസുഖസാരമായി ദേവി നിന്നെ വാർത്തൊരാ ദൈവം കലാകാരൻ രതിസുഖസാരമായി ദേവി നിന്നെ വാർത്തൊരാ ദൈവം കലാകാരൻ കലാകാരൻ പ്രേമിൻ പ്രേമമെന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ കലാകാരൻ പ്രിയനിൻ പ്രേമമെന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ രതിസുഖസാരമായി ദേവി നിന്നെ വാർത്തൊരാ ദൈവം കലാകാരൻ തുളുമ്പും മാധക പതുപാനപാത്രം നിന്റെ ഈ നേത്രം തുളുമ്പും മാധക പതുപാനപാത്രം നിന്റെ ഈ നേത്രം സഖിനിൻ മാർമുടിതിൻ കാന്തിയേന്തി നീലമേഘങ്ങൾ സഖിനിൻ വാർമുടിതൻ കാന്തിയേന്തി നീലമേഘങ്ങൾ തവധര ശോഭയാലി ഭൂമിയിൽ പല കോടി പൂതീർത്തു കലാകാരൻ കലാകാരൻ പ്രിയനിൻ പ്രേമമെന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ രതിസുഖസാരമായി ദേവി നിന്മേ വാർത്തൊരാ ദൈവം കലാകാരൻ
കലാകാരൻ പ്രിയ നിൻ പ്രേമമെന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ. താങ്ക് യു സർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും? ജോസഫ് സാറ്. രതി സുഖസാരമായി ദേവി നിന്നെ വാർത്തൊര ദൈവം കലകാരൻ. കലകാരൻ പ്രിയ നിൻ പ്രേമമെന്നിൽ ചേർത്തൊര ദൈവം കലകാരൻ. തുളുമ്പും മാതക മധുപാത്ര നിന്റെ ഈ നേത്രം വേണ്ട. രതി സുഖസാരമായി ദേവി നിന്മൈ വാർത്തൊര ദൈവം കലകാരൻ. കലകാരൻ പ്രിയ നിൻ പ്രേമമെന്നിൽ ചേർത്തൊര ദൈവം കലകാരൻ. താങ്ക് യു. ഓക്കെ, വേറെ ആർക്കെങ്കിലും പാടാമെങ്കിൽ പാടാം. പാട്ടെ സാറേ. Yes, പാടൂ. ആരാ പാടുന്നെ? ബിന്ദുമാ ഞാൻ പാടി. പാടട്ടെ. ബിന്ദുമാ പാടി. ബിന്ദുമാ. എത്തി സുഖസാരമായി ദേവി നിന്നെ വാർത്തൊര ദൈവം കലകാരൻ. കലകാരൻ പ്രിയ നിൻ പ്രേമമെന്നിൽ ചേർത്തൊര ദൈവം കലകാരൻ. രതി സുഖസാരമായി ദേവി നിന്നെ വാർത്തൊര ദൈവം കലകാരൻ. കലകാരൻ പ്രിയ നിൻ പ്രേമമെന്നിൽ ചേർത്തൊര ദൈവം കലകാരൻ. തുളുമ്പും മാതക മധുപാനപാത്രം നിന്റെ ഈ നേത്രം. തുളുമ്പും മാതക മധുപാനപാത്രം നിന്റെ ഈ നേത്രം. സഖി നിൻവാർമുടി തൻ കാന്തിയേന്തി നീലമേഘങ്ങൾ. സഖി നിൻവാർമുടി തൻ കാന്തിയേന്തി നീലമേഘങ്ങൾ. തവതര ശോഭയലി ഭൂമിയിൽ പല കോടി പുതീർത്തു കലകാരൻ. കലകാരൻ പ്രിയ നിൻ പ്രേമമെന്നിൽ ചേർത്തൊര ദൈവം കലകാരൻ. രതി സുഖസാരമായി ദേവി നിന്നെ ചേർത്തൊര ദൈവം കലകാരൻ. താങ്ക് യു സർ. ഒന്ന് ശ്രമിക്കാം സാറേ. സാറേ ഒന്ന് ശ്രമിക്കാം. തീർച്ചയായും പാടും. രതി സുഖസാരമായി ദേവി നിന്നെ വാർത്തൊര ദൈവം കലകാരൻ. കലാകാരൻ പ്രിയേ നിൻ പ്രേമമെന്നിൽ ചേർത്തൊര ദൈവം കലകാരൻ. രതി സുഖസാരമായി ദേവി വാർത്തൊര ദൈവം കലകാരൻ. തുളുമ്പും മാതക മധുമാനപാത്രം നിന്റെ നേത്രം. തുളുമ്പും മാതക മധുപാനപാത്രം നിന്റെ നേത്രം. സഖി നിൻ വാർമൊഴി തൻ കാന്തിയേകി നീലമേഘങ്ങൾ. സഖി നിൻ വാർമൊഴി തൻ കാന്തിയേകി നീലമേഘങ്ങൾ. തവതര ശോഭയാലി ഭൂമിയിൽ പല കോടി പൂതീർത്തു കലകാരൻ. കലകാരൻ പ്രിയേ നിൻ പ്രേമമെന്നിൽ ചേർത്തൊര ദൈവം കലകാരൻ. താങ്ക് യു സർ. അറിയില്ല. ഞാൻ പാടട്ടെ സാറേ. പാടും. രതി സുഖസാരമായി ദേവി നിന്മൈ വാർത്തൊര ദൈവം കലാകാരൻ. കലാകാരൻ പ്രിയ നിൻ പ്രേമമെന്നിൽ ചേർത്തൊര ദൈവം കലാകാരൻ. രതി സുഖസാരമായി ദേവി നിന്മൈ വാർത്തൊര ദൈവം. തുളുമ്പും മാദക മധുപാനപാത്രം നിന്റെ ഈ നേത്രം. തുളുമ്പും മാദക മധുപാനപാത്രം നിന്റെ ഈ നേത്രം. സഖി നിൻ വാർമുടിതൻ കാന്തിയേന്തി നീലമേഘങ്ങൾ. തവാധര ശോഭയാലി ഭൂമിയിൽ പല കോടി തീർത്തു കലാകാരൻ. കലാകാരൻ പ്രിയ നിൻ
പ്രേമമെന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ കലാകാരൻ. Thank you, sir. Thank you. ഞാൻ നോക്കട്ടെ സാർ. ആ പാടും. രതി സുഖസാരമായി ദേവി നിന്മൈ വാർത്തോരാ ദൈവം കലാകാരൻ കലാകാരൻ പ്രിയനിൻ പ്രേമമെന്നിൽ ചേർത്തോരാ ദൈവം കലാകാരൻ. രതി സുഖസാരമായി ദേവി നിന്മൈ വാർത്തോരാ ദൈവം കലാകാരൻ. തുളുമ്പും മാതക മധുപാനപത്രം നിന്റെ ഈ നേത്രം തുളുമ്പും മാതക മധുപാനപത്രം നിന്റെ ഈ നേത്രം. സഖി നിൻപാർ മുടിതൻ കാന്തിയേന്തി നീലമേഘങ്ങൾ സഖി നിൻപാർ മുടിതൻ കാന്തിയേന്തി നീലമേഘങ്ങൾ. നവാതര ശോഭയാൽ ഈ ഭൂമിയിൽ പല കോടി തീർത്തു കലാകാരൻ കലാകാരൻ പ്രിയനിൻ പ്രേമമെന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ. രതി സുഖസാരമായി ദേവി നിന്മൈ വാർത്തോരാ ദൈവം കലാകാരൻ. താങ്ക് യു സാർ. ഓക്കെ. ഞാനൊന്ന് നോക്കട്ടെ സർ. പഠിക്കും. തുളുമ്പും മാതക മധുപാനപാത്രം നിന്റെ ഈ നേത്രം സഖി നിൻ വാർമുടിതൻ കാന്തിയേന്തി നീലമേഘങ്ങൾ. തവതര ശോഭയാലി ഭൂമിയിൽ പല കോടി പുത്തീർത്തു കലാകാരൻ കലാകാരൻ പ്രിയനിൻ പ്രേമമെന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ. രതി സുഖസാരമായി ദേവി നിന്മൈ വാർത്തോരാ ദൈവം കലാകാരൻ കലാകാരൻ പ്രിയനിൻ പ്രേമമെന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ. താങ്ക് യു. ഓക്കെ. വേറെ ആർക്കെങ്കിലും? സാറേ ആൺകുയിലല്ലേ സാറേ? ആ അതുകൊണ്ട് അത് വേണോ? പാടാവോ? റെഡിയായോ? ഓക്കെ, പോരാ. ഒന്ന് പാടിയിട്ട് വരട്ടെ. തുളുമ്പും മാതകമറുമാനപത്രം നിന്റെ ഈ നേത്രം തുളുമ്പും മാതകമധുപാനപത്രം നിന്റെ ഈ നേത്രം സഖി നിൻ വാർമുടിതൻ കാന്തിയേന്തി നീലമേഘങ്ങൾ സഖി നിൻ വാർമുടിതൻ കാന്തിയേന്തി നീലമേഘങ്ങൾ. നവതര ശോഭയാൽ ഈ ഭൂമിയിൽ കോടി പുതീർത്തു കലാകാരൻ കലാകാരൻ പ്രിയൻ പ്രേമമെന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ. രതി സുഖസാരമായി ദേവി നിന്മൈ വാർത്തോരാ ദൈവം കലാകാരൻ കലാകാരൻ പ്രിയൻ പ്രേമമെന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ. ഇനി ഏതാരുമില്ലല്ലോ എന്നെ പാടാൻ? ഇനി ഏതായിരുന്നു വേണ്ടേ? ആൺകുയിലെ. അല്ലേ? ആൺകുയിലെ തേൻകുയിലെ. ആൺകുയിലെ തേൻകുയിലെ. ഒന്ന് ശ്രമിച്ചു നോക്കാം സാറേ. പഠിക്കും. ആൺകുയിലേ തേൻകുയിലേ ആൺകുയിലേ തേൻകുയിലേ നിന്റെ സ്വരം കേട്ടുണരും പെൺകിളിയെ പോലെ നിന്റെ സ്വരം കേട്ടുണരും പെൺകിളിയെ പോലെ വരുമൻ പ്രാണസഖി രജനി രാജമുഖി വരുമൻ പ്രാണസഖി രജനി രാജമുഖി ആൺകുയിലേ തേൻകുയിലേ ഹൃദയ മൃദുലതമണികളിൽ സുരബിലലീല ഉണർന്നു മനം അണിഞ്ഞുവനം ഹിമമണിമാല രതിതരളം വിപിനതലം പവന നടനശാല രതിതരളം വിപിനതലം പവന നടനശാല വരുമൻ പ്രാണസഖി രജനി രാജമുഖി ആൺകുയിലേ തേൻകുയിലേ. താങ്ക് യു സർ. ഹരി ഒരു പാട്ട് പാടുന്നോ? ഇല്ല സാർ. രതിസുഖസാരമായി അല്ലെങ്കിൽ ജാനകി ജാനെ
നൗഷാദ് അലിയുടെ ഓർമ്മ ദിവസമാണെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധ്വനി എന്ന സിനിമയിലെ പാട്ടുകളാണ് നമ്മൾ പാടിയത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിലുള്ള ഒരു പാട്ടും കൂടെ ഒന്ന് കേൾക്കാം. അപ്പോഴായിരിക്കും ഒരുപക്ഷെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഈ പറയുന്ന പോലെ നൗഷാദ് അലിയെ മനസ്സിലൊന്ന് കാണാം. ധ്വനി എന്ന് പറയുന്ന ചിത്രത്തിലൂടെ മനോഹരമായ പാട്ടുകൾക്ക് സംഗീതം പകർന്ന പ്രിയ കലാകാരന് എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കാം. ഇപ്പൊ നമുക്കിന്ന് മൈൻഡ് ചെയ്യാൻ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആർക്കെങ്കിലും പറയാം. ഏതായാലും ആ ധ്വനി എന്നുള്ള പടം വളരെ ഇഷ്ടപ്പെട്ട പടമാണ് സാർ. ഇതിന്ന് എടുത്തോണ്ട് എനിക്ക് വീണ്ടും ആ ധ്വനി ഒന്നും കൂടി കാണണം എന്നുള്ള പ്രേരണയായി. താങ്ക് യു സർ. അതെ അതെ, അത് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു ഫിലിമാണത്. സാറേ, ആ മിണ്ടാൻ ശോഭന വയ്യാത്ത ആയതുകൊണ്ട് കുട്ടിയായിരുന്നു ശോഭന. മിണ്ടാൻ വയ്യാത്ത കുട്ടിയായിരുന്നു. ശോഭനയ്ക്ക് സംസാരിക്കാൻ പാടില്ലാത്ത അല്ലേ? സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് മൈൻഡ് ചെയ്യാം. രമാദേവി എന്തോ പറയുന്നു, പറഞ്ഞോളൂ. അല്ല, അത് ജയറാം അറിയുന്നില്ല, അറിയാവില്ല സ്നേഹിക്കുന്നു, പിന്നല്ലേ അറിയുന്നത്. അറിയുമ്പോ ഒരു ഉണ്ട് ഇവിടെയാണ്. അതെ, ഭയങ്കര ട്വിസ്റ്റുകളും അല്ലെ, ഇമോഷണൽ ബോണ്ടിങ് ഒക്കെ ഉള്ള ഒരു ഫിലിമാണ്. അതുകൊണ്ടാണ് മനസ്സിൽ തട്ടുന്നത്. സാബു സാറ് പറഞ്ഞ പോലെ ശരിക്കും അത് നമ്മൾ അത് ഉൾക്കൊണ്ട് കാണുമ്പോ നമുക്ക് ഇങ്ങനെ ഏത് ഭാഗത്തേക്ക് അത് പോവാന്നുള്ള ഒരു ധാരണ. നമ്മളെല്ലാ വശവും കണ്ടിട്ടാ കാണുന്നത്. അതാണ് പ്രത്യേകത. ശരിക്കും സാറേ നല്ലൊരു പടം. ആകെ ഒരു സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ധ്വനി എന്ന് പറയുന്നത് മലയാളത്തിലൊരു സിനിമയിൽ സംഗീത സംവിധാനം ചെയ്ത അദ്ദേഹത്തെ നമ്മൾ ഇത്രമാത്രം ഓർക്കണമെങ്കിൽ 1940 മുതൽ ഹിന്ദി സിനിമകളിൽ എത്രയോ സിനിമകൾക്ക് സംഗീത സംവിധാനം ചെയ്തു. കുട്ടിക്കാലത്ത് സംഗീതത്തിൻ്റെ പുറകെയായിരുന്നു. പഠിക്കാൻ മടിയായിരുന്നു. കാരണം പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് തെരുവോര സംഗീതം എവിടെ ഉണ്ടെങ്കിലും അവിടെ പോയി പോകുമായിരുന്നാണ് പറഞ്ഞത്. അവസാനം വീട്ടിൽ നിന്ന് ഇറക്കി വിടുക ചെയ്യുക. അപ്പൻ ലക്നൌവിലെ ഒരു കോടതിയിലെ വക്കീലായിരുന്നു അപ്പൻ. ഇവൻ പഠിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷെ സംഗീതത്തിൻ്റെ പുറകെ പോയി വീട്ടിൽ നിന്നും നിഷ്കാസിതനായി. പിന്നെ സംഗീതത്തിൻ്റെ പുറകെ ആയിരുന്നു. സിനിമയിൽ സംഗീത സംവിധാനം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ബോംബെയിൽ വരുന്നു. കയ്യിൽ കാശില്ലാതെ അവിടെ തെരുവോരത്ത് കിടന്നുറങ്ങിയും കിട്ടിയ ഭക്ഷണം കഴിച്ചുമൊക്കെയാണ് ദിവസങ്ങൾ തള്ളി നീക്കിയത്. പക്ഷെ ആഗ്രഹിച്ചതുപോലെ തന്നെ പകരം വെക്കാനില്ലാത്ത ഒരു സംഗീത സംവിധായകനായി ഭാരതത്തിൽ തിളങ്ങി എന്ന് വേണം പറയാൻ. അദ്ദേഹം മരിച്ചപ്പോൾ പറഞ്ഞ ഒരു യുഗം അവസാനിച്ചു എന്നാണ് പത്രക്കാരൊക്കെ പറഞ്ഞത്. അത്രമാത്രം സംഗീത മേഖലയിൽ ഹിന്ദിയിൽ സ്വാധീനം ചെലുത്തിയ ആളാണ്. 86-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. 2006 മെയ് 5-ന് മുംബൈയിൽ വെച്ച് മരിക്കുന്നു. ജോസഫ് സാറേ, ഇത് ഹിന്ദി പാട്ടിന്റെ 2 വരി പാട് സാറേ. ബൈജു ബാവരയിലെ പാട്ടുകൾ. ഏതാ? ബൈജു ബാവരയിലെ കുറെ പാട്ടുകൾ പഠിക്കോ? ഹിന്ദി പാട്ട് പാട് സാറേ. ജോസഫ് ഏതെങ്കിലും ഒന്ന്. സാറേ, മുഗളാസ്ത്രത്തില് ഒരു നല്ല പാട്ടുണ്ട്, പ്യാർ കിയാ തോ ഡർനാ ക്യാന്ന് കുറച്ച് സിനിമ അത് ഇദ്ദേഹത്തിന്റെയാണോ? ആ പാട്ട് നൗഷാദ് അലി. അത് മനോഹരമായ പാട്ടല്ലേ. യെസ്. എന്തെങ്കിലും പറഞ്ഞോളൂ. കുഴപ്പമില്ല, എല്ലാവരും ഒന്ന് പാട്ടൊക്കെ കേട്ട് അദ്ദേഹത്തിന് ഒരു ഓർമ്മ കൊടുക്കുക. അതെ, കുഴപ്പമില്ല. ദുനിയാക്കെ രഘുവാലെ എന്ന് പറഞ്ഞൊരു പാട്ട്, അത് കേട്ടിട്ടില്ലേ? അത് നല്ല പാട്ടാണ്. ദുനിയാക്കെ രഘുവാലെ. അത് നല്ല പാട്ട്. അതെ, നോക്കട്ടെ. ഓ ദുനിയ के रखवाले संदर्द भरे मेरे नाले दुनिया के रखवाले. എനിക്ക് പാട്ടറിയില്ല.
അല്ല, പാട്ടുകൾ ഓർത്താൽ പോലും നമുക്ക് അതിന്റെ മനസ്സിലിരിക്കുന്ന അതെ, അതില് പാട്ടുകളാണ്. കാരണം അത് കറക്റ്റ്. ഓർത്തില്ലേ മതി. ആ കാരണം പാട്ടുകൾ എങ്ങനെ, ഈ പാട്ടുകൾ ഏതാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ മലയാളം പാട്ടുകൾ മാത്രമായതുകൊണ്ട് നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചില്ല. പക്ഷെ പാട്ടുകൾ കേട്ടാൽ നമ്മുടെ മനസ്സിലോ ചിന്ത വരും. ഈ പാട്ടുകളൊക്കെ നമ്മൾ ഓർക്കുന്നത് തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നൗഷാദ് അലിയുടെ സംഗീതത്തിന്റെ പ്രത്യേകത. നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ തന്നെ അത് ഇഷ്ടപ്പെടും. പിന്നെ എത്ര കാലം കഴിഞ്ഞാലും അത് നമ്മുടെ മനസ്സിൽ എന്താ പറയുക, മധുരം സൃഷ്ടിക്കുന്ന പാട്ടുകളാണ്. ഇപ്പോൾ ദുനിയാക്കെ രഘുവാലെ എന്നുള്ള പാട്ട് നമുക്കൊക്കെ അറിയാം അല്ലെ? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തത്. ഓക്കെ, ഏതായാലും നമുക്ക് അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഒറ്റ സിനിമ കൊണ്ട് തന്നെ മലയാളിയുടെ ഹൃദയം കവർന്ന നൗഷാദ് അലി എന്ന ആ മഹാപ്രതിഭയെ നമുക്ക് അനുസ്മരിക്കാൻ സാധിച്ചത് ഭാഗ്യം തന്നെ. ഇങ്ങനെ നമ്മൾ അറിയാതെ കിടക്കുന്ന എത്രയോ പ്രതിഭകളുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് അവരെ സ്മരിക്കാനുള്ള അവസരം സാബു സാർ ഉണ്ടാക്കുന്നു. ഇങ്ങനെ താങ്ക് യു. ഗുഡ് പ്രത്യേകമായിട്ട് നൈറ്റ് ഓൾ. നമുക്ക് എന്തോ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. ഇല്ലെങ്കിൽ അതെ നമ്മൾ അതെ, അല്ലെങ്കിൽ ഇതിന്റെ പാട്ട് നമ്മളൊന്നും കേട്ടാൽ അറിയില്ല. വിട്ടുപോകും. യാ യെസ്, സാർ ഇങ്ങനെയൊക്കെ ഇത് നമ്മൾ വെക്കുന്നോണ്ടാ നമ്മള് ഓർക്കുന്നത് സാറേ. തീർച്ചയായിട്ടും. എത്രയോ അതെ, പേര്, നിങ്ങളൊക്കെ എത്ര എന്നോ മനോഹരമായിട്ട് അതെ. പാടുന്നു. രമാ മനസ്സിന്റെ നമ്മളെ അടിത്തട്ടിലേക്ക് പോയ പാട്ടുകളാണ്. നമ്മളെ എല്ലാവരും പാട്ടൊക്കെ പാടുന്നു. ഇമ്പ്രൂവ് ആവുന്നുണ്ട് സാറേ. തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും. സാറേ, നമ്മൾ അതിന് ഈ അതിന് പാട്ടിന്റെ ശരിക്കും ദിവസം വരുമ്പോ പാട്ടുകൾ എന്തോ ഒരു ഭയങ്കര ഉം, ഇൻട്രസ്റ്റാ. മനസ്സിൽ ഏറ്റവും പാവം പാട്ട് ഉൾക്കൊണ്ട് പാടുന്നുള്ളൂ. ജോസഫ് ജോൺ സാർ അതിന്റെ പാവം ഉൾക്കൊണ്ട് തന്നെ അല്ല പാടും. അല്ല, അത് നമുക്ക് പ്രാക്ടീസിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പാട്ട് പല പ്രാവശ്യം കേൾക്കുക, കേട്ട് ഇപ്പൊ ഈ കേട്ട് 6 പാട്ട് ശരിക്കും ഒന്ന് കേട്ടിട്ട് പാടാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും പാടാൻ പറ്റും. തീർച്ചയായിട്ടും പാടാൻ പറ്റിയത്. ഞാൻ നമ്മളത് നോക്കിയിരുന്നില്ല, ചെയ്യാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. നോക്കിയില്ല. അതിനോടൊരു സിൻസിയാരിറ്റി വരാത്തതുകൊണ്ടാണ് നമ്മളതത്ര. അതെ. അല്ലെങ്കിൽ കറക്റ്റ് ഇപ്പോൾ നമ്മൾ ഒരാഴ്ച ഇപ്പൊ ഇന്നലെ ജോസഫ് ജോൺ സാർ അയച്ച് എന്താണ് ഇന്നത്തെ ഉച്ചയ്ക്കാണ് ഞാൻ ഇതൊക്കെ നോക്കിയത്. അപ്പോഴാണ് കറക്റ്റ് ഇദ്ദേഹത്തിന്റെ ആ ഡേറ്റ് കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പാട്ട് നോക്കിയപ്പോൾ ഒരു മലയാളം പാട്ട്, ഒരു സിനിമയുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ പാട്ടുകളെല്ലാം നമ്മൾ അറിയാവുന്ന പാട്ടുകളാണ്. അവിടെ തന്നെ ഒരു അത്ഭുതമായി. അപ്പൊ ഇതിങ്ങനെ നമ്മൾ ഒരാഴ്ചയ്ക്ക് ഒരു പ്രാക്ടീസ് ഉണ്ട്. രമാദേവി മാം നാടകത്തിന്റെ ഒക്കെ ആളല്ലേ? സിനിമ അഭിനയം, അതെ അതെ, നാടകം, അതെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ഒരു പാട്ടൊക്കെ മതി. കലാകാരിയാണ് അതെ, നമ്മുടെ വോയിസ് ഓവർ. രമാവതി അതെ അതെ, രമാവതി. രമാവതി. എന്റെ ഒരു ഷോർട്ട് ഫിലിം ഇപ്പൊ കാക്കനാട്. നടന്നുകൊണ്ടിരിക്കുകയാണ്. കാക്കനാടാണോ? എന്താണ് അങ്ങനെ മാം, കണക്കോ? എന്റെ ഒരു ഷോർട്ട് ഫിലിം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക, സുഖുവേട്ടന്റെ ചായക്കട എന്നും പറഞ്ഞിട്ട്. അഭിനയിക്കുവാണോ അതോ വോയിസ് ആണോ? അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിനയാന്നുണ്ടായിരുന്നു. അഭിനയാനിപ്പോ അഭിനയിച്ച 2-3 പടങ്ങൾ നമ്മുടെ ആ മാറ്റിനി ഫ്രീ വെബിനാർ പാട്ട് വിശേഷത്തിന്റെ ഗ്രൂപ്പിലൂടെ എല്ലാവരും കാണട്ടെ. അതല്ല സാറേ, അത് ഞാൻ അതെ. തന്നെ ഇപ്പൊ അടുത്ത് വരുന്ന പടാണ്. ഇതിനു മുമ്പുള്ള അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഇതിനു മുമ്പ് അഭിനയിച്ച അത് ആ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നെ എല്ലാവരും യൂട്യൂബിൽ കാണട്ടെ. സാരംഗീരവം 2024-25 തപ്പിയാ അത് കിട്ടും. നമ്മുടെ ആ ഞാനിടാം. പാട്ട് വിശേഷത്തിന്റെ ഗ്രൂപ്പിൽ ഇടും. അപ്പൊ അത് എല്ലാവർക്കും കാണാം. ഓക്കെ. മാമിന് Yes, ഏത് yes. നമുക്കൊക്കെ സാരംഗീരവം ഒരു ആണ് അവസരം തരൂ ഏ കേട്ടാ? ഓ രമാദേവി മാം, ഓ നമുക്കും കൂടെ ഒരു അവസരം തരാൻ അഭിനയിക്കാൻ. തീർച്ചയായിട്ടും വന്നോളൂ. ഉം. എനിക്ക് യൂട്യൂബ് ഭയങ്കര ചാനലിന്റെ ഇഷ്ടമാണ്. എന്തോ പേരെന്താ മാം? യൂട്യൂബ് ചാനലിന്റെ പേര്? യൂട്യൂബ് ഈ ചാനലുണ്ടോ? സാരംഗീരവം 2024. ഓ, സാരംഗീരവം 2024 തപ്പിയാ കിട്ടും. സാരംഗി രവം. ഓക്കെ. സാരംഗീരവം രവം 2024. 2024. അപ്പൊ എല്ലാവരും കണ്ട പിന്നെ അഭിനന്ദിക്കും. ഓക്കെ. പിന്നെയുണ്ട് കവണിശ്ശേരി പെരുവണ്ണ എന്നുള്ളത്. അത് ഒരു ഷോർട്ട് ഫിലിമാണ്. അതിൽ ഒരു രംഗേ പിന്നെ അതൊക്കെ ഒന്ന് ജസ്റ്റ് 3-4 ഇതിനകത്തേക്ക് പാടല്ല. ഇടാം. കുഴപ്പമില്ല. ഇതൊക്കെ ജനങ്ങളിലേക്ക് മാമിന് എത്തിക്കണ്ടേ? നന്നായി അഭിനയിക്കാൻ അറിയാം. അന്ന് ഞങ്ങൾക്ക് അഭിനയിച്ച് തരണ്ടേ? ഞാൻ കണ്ടു. അത് അടുത്തിരിക്കുന്നവരെങ്കിലും അറിയണ്ടേ. താങ്ക് യു സാർ. സാറിന്റെ എല്ലാം പ്രോത്സാഹനം. ഓക്കെ, അപ്പൊ സീ യു, അതെ, ബൈ. ഇപ്പൊ അറിഞ്ഞത്. ഇനി കാണാലോ. നാളെ നമുക്ക് താങ്ക് ഒരു യു. ടെക്നോ എക്കണോമിക്കൽ ക്ലാസ് ആണ്. താങ്ക് വൈസ് യു. അഡ്മിറൽ കണ്ണൻ സാറിന്റെ ഒരു ക്ലാസ് ആണ്. അദ്ദേഹത്തിന്റെ വിഷൻ എന്ന് പറയുന്നത് 2047 മുതൽ ഡീസൽ വാഹനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകത്തില്ല എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ടെക്നിക്കൽ ആൻഡ് എക്കണോമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ വരാൻ പറ്റുന്നവരെ കേൾക്കാം. നല്ല നല്ല രസകരമായ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷാണെങ്കിൽ നമുക്ക് എല്ലാം നല്ല കൃത്യമായിട്ട് മനസ്സിലാകുന്ന മനോഹരമായ ഒരു സിമ്പിൾ ഭാഷ. ഇംഗ്ലീഷ്. സിമ്പിൾ ഇംഗ്ലീഷ് ആണ് സാറേ. കാരണം സിമ്പിൾ നമ്മൾ ഇംഗ്ലീഷ്. ആ ഇംഗ്ലീഷ് ശ്രമിക്കാത്തോണ്ടാണ്. കാണുമ്പോൾ നമുക്ക് തന്നെ പറയാൻ തോന്നും അല്ലെ? ഇംഗ്ലീഷ് പറയാൻ തോന്നും. അതെ അതെ അതെ. വൈസ് അഡ്മിറൽ ആണ് എന്ന് വെച്ചാൽ Yes, yes, yes. 2ാമത്തെ പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ്. പുള്ളി എല്ലാ അതെ മാസവും അതെ ക്ലാസ് നമുക്ക് എടുക്കാറ്. അതെ അതെ. ഓക്കെ, അപ്പൊ സി യു ആൻഡ് ഗുഡ് നൈറ്റ്. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. Okay. വീണ്ടും ഗുഡ് നൈറ്റ് സാർ. Thank ഗുഡ് you, നൈറ്റ്. sir. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. Night.